ഒരു പുതിയ സിനിമ പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ സംവിധായകന് മുമ്പിൽ കടമ്പകൾ ഏറെയുണ്ട്. അതിൻ്റെ പശ്ചാത്തലവും കഥാപാത്രവും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടണം എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അവ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമായില്ല, പറയുന്ന കഥയും അതിൻ്റെ തുടർച്ചയും ഒടുക്കവുമൊക്കെ അവർക്ക് ബോധിക്കണം. എൻ ടൈറ്റിൽസ് വരുമ്പോൾ കൈയടിക്കാൻ തോന്നണം. സിനിമ ഒരു 10 സെക്കൻഡ് മടുത്താൽ പോലും കയ്യിലുള്ള ഫോണിലേക്ക് ശ്രദ്ധ പോകുന്ന കാണികളെ കൊണ്ട് അത് ഇഷ്ടപ്പെടുത്തുക എന്നതേക്കാൾ പ്രയാസമാണ് ഇന്ന്. പ്രേക്ഷകരുടെ മൗത്ത് പബ്ലിസിറ്റി എത്ര വലിയ പരസ്യ ക്യാമ്പയിനേക്കാളും പ്രധാന കാലത്ത് അവരെ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. വിജയിച്ച സിനിമയുടെ ഒരു തുടർച്ച ചെയ്യുക. പശ്ചാത്തലവും കഥാപാത്രവും ഒക്കെ പ്രേക്ഷകർക്ക് പുതുമ പരിചയപ്പെടുത്തേണ്ടതല്ല എന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അവർ ഒരിക്കൽ ആസ്വദിച്ച് ആഘോഷിച്ച ഒരു ചിത്രത്തിൻ്റെ സീക്വൽ എന്ന നിലയിൽ വലിയ പ്രീ റിലീസ് ശ്രദ്ധയും ഓപ്പണിംഗ് കളക്ഷൻ താനേ വരും. ആദ്യ ദിനങ്ങളിൽ വരുന്ന അഭിപ്രായങ്ങളെ ആശ്രയിച്ചേക്കും അവയുടെ ജയപരാജയങ്ങളെക്കുറിച്ചും പോസിറ്റീവ് അഭിപ്രായങ്ങൾ വരുന്നില്ലെങ്കിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇന്ത്യൻ സിനിമയിലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സീക്വലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പുതുകാലത്ത് ഇതൊരു ട്രെൻഡാവാൻ കാരണമായത് ബാഹുബലിയായിരുന്നെന്ന് കാണാം. അതുവരെ വിജയിച്ച സിനിമകളുടെ സീക്വലുകൾ മിക്കപ്പോഴും വർഷങ്ങൾക്കിപ്പുറം രചയിതാവും സംവിധായകനും ചേർന്ന് ആലോചിക്കുകയാണ് പലപ്പോഴും. എന്നാൽ ഒരു കഥയും അതിൻ്റെ എക്സിക്യൂഷൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒന്നിലധികം ഭാഗങ്ങളായി പ്ലാൻ ചെയ്യുന്നത് തുടക്കമിട്ടത് ഒരുപക്ഷേ എസ് രാജമൗലിയാകും. ബാഹുബലി ഫ്രാഞ്ചൈസിയിൽ നേടിയ അത്ഭുതപൂർവമായ സ്വകാര്യത ഭാഷ സിനിമകളുടെ പാൻ ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് നിറം കൊടുത്ത ഫ്രാഞ്ചൈസികളായി കഥ പറയാനും പ്രചോദനം ആയതും സംവിധായകർക്ക് കൊടുത്തു. തെലുങ്കിൽ നിന്ന് പുഷ്പ, കൽക്കി 2898 AD, സലാർ, കന്നഡയിൽ നിന്ന് KGF, കാന്താര, തമിഴിൽ നിന്ന് LCU, മലയാളത്തിൽ നിന്ന് ലൂസിഫർ, ലോക എന്നിങ്ങനെ നീളുന്നു ഇന്ത്യൻ സിനിമകളിൽ നിന്നുള്ള സമീപ വർഷങ്ങളെ ശ്രദ്ധേയ ഫ്രാഞ്ചൈസികൾ. സ്റ്റുഡിയോ കേന്ദ്രീകൃതമായ ബോളിവുഡ് പക്ഷേ ബാഹുബലിക്ക് മുമ്പേ സാധാരണമായിരുന്ന കാര്യങ്ങളാണ് ഇത്. പക്ഷേ വലിയ ക്യാൻവാസിൽ ഒരു പാൻ ഇന്ത്യൻ മാതൃക അവർക്ക് പരിചയപ്പെടുത്തിയത് ബാഹുബലിയാണെന്ന് മാത്രം. എന്നാൽ ബോളിവുഡിൽ ഇപ്പോഴും തെന്നിന്ത്യൻ മാർക്കറ്റിനെ ഇളക്കിമറിക്കുന്ന അത്തരത്തിലൊരു ഫ്രാഞ്ചൈസി സൃഷ്ടിക്കാൻ സാധിച്ചില്ല. അത്രയും വലിയൊരു മാർക്കറ്റ് ഉത്തരേന്ത്യ ഉള്ളപ്പോൾ തെന്നിന്ത്യൻ അഭിരുചികൾ സിനിമകളിൽ വളർത്തി ചേർക്കേണ്ട ആവശ്യം ബോളിവുഡിന് സത്യത്തിലില്ല. ചിലപ്പോൾ ആത്മഹത്യാപരമാകുന്ന കാര്യമാകും അത്. ബോളിവുഡിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിജയ ഫ്രാഞ്ചൈസിയാണ് ദുരന്തൻ. ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ നാലാമത്തെ വിജയമായ ദുരന്തൻ്റെ സീക്വൽ 3 മാസങ്ങൾക്കിപ്പുറം തിയേറ്ററിൽ എത്തുക എന്ന അപൂർവ നേട്ടവും അണിയറക്കാർ കൈവച്ചു. ഇക്കഴിഞ്ഞ വാരാന്ത്യം തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ബിസ്കെയിനിൽ പാൻ ഇന്ത്യൻ ഫ്രാഞ്ചൈസികളിൽ സാധാരണമായി ഉയരുന്ന റണ്ണിംഗ് ടൈം മറ്റൊരു തലത്തേക്ക് ഉയർത്തിയ ഫ്രാഞ്ചൈസി കൂടിയാണ് ദുരന്തർ. കഴിഞ്ഞ വർഷം ഡിസംബർ 5-ന് പുറത്തിറങ്ങിയ ദുരന്തറിൻ്റെ ദൈർഘ്യം 3 മണിക്കൂർ 34 മിനിറ്റ് ആയിരുന്നെങ്കിൽ വ്യാഴാഴ്ച പുറത്തിറങ്ങിയ ദുരന്തൻ 2ൻ്റെ ദൈർഘ്യം 3 മണിക്കൂർ 49 മിനിറ്റുമാണ്. 3 മണിക്കൂർ പോലും മുമ്പ് ഫിലിം റീൽസിൻ്റെ കാലത്ത് സ്വന്തമായി വെട്ടിച്ചുരുക്കിയ തിയേറ്ററുകാരെ കൊണ്ട് എതിർപ്പുകളൊന്നുമില്ലാതെ ഇത്രയും ദൈർഘ്യമുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു എന്ന് ആദിത്യദാർ എന്ന സംവിധായകൻ്റെ വിജയമാണ്. അത്രയും അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ കാണികളെ അത് കാണിക്കാൻ കൂട്ടത്തോടെ തിയേറ്ററിലെത്തിച്ചതും. മലയാളത്തിനും ഒരു അപൂർവ ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗം ഈ സമയം കൊണ്ട് തിയേറ്ററിലെത്തി. മിഥുൻ മാലു തോമസിൻ്റെ ആട് 3 ആണ് അത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ആദ്യ ഭാഗം ടെലിവിഷനിലൂടെയും VCDയിലൂടെയും ജനപ്രീതി നേടിയ പിന്നീട് 2 ഭാഗം കൂടെ ഇറങ്ങിയ അപൂർവയാണ് ആടിൻ്റേത്. മൂന്നാം ഭാഗം ആട് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചു എന്ന് മാത്രമല്ല ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുന്നുമുണ്ട്. മലയാളത്തിൽ നിന്ന് ഇനി വരാനുള്ള പ്രധാന തുടർച്ച ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്ന ഒന്നാണ്. ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൻ്റെ ദൃശ്യം 3 ആണ്. ഡയറക്റ്റ് OTT റിലീസായതിനാൽ രണ്ടാം ഭാഗത്തിന് അറിയാതെ പോയ ദൃശ്യത്തിന് പുതിയ കാലത്തെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് തെളിയിക്കാൻ പോകുന്ന ചിത്രമാണിത്. പോസിറ്റീവ് അഭിപ്രായം വന്നാൽ നിർമ്മാതാവിന് തിരിഞ്ഞു നോക്കേണ്ടി വരാത്ത ചിത്രം.